ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്ര രോഹിത്തിൻ്റെ ഫോട്ടോയിൽ നോക്കി തൻ്റെ ദയനീയ അവസ്ഥ അല്ലെങ്കിൽ ആ നിസ്സഹായതയൊക്കെ ഇങ്ങനെ പറയുക. രോഹിത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായില്ലല്ലോ, അതൊക്കെ ഇപ്പോൾ രഞ്ജിതയാണ് അടക്കി വാഴുന്നത്. അതുമാത്രമല്ല, രഞ്ജിതയുടെ കമ്പനിയിലെ വെറും ഒരു ശമ്പളക്കാരി മാത്രമായി നമ്മുടെ പൂജമോള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം സംഭവിച്ചത് വളരെ ദുരന്തകരമായ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത്ത് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, രോഹിത്ത് കഷ്ടപ്പെട്ട് നേടിയതൊക്കെ ഈ സുമിത്ര തിരിച്ചു പിടിക്കും. രോഹിത്തിൻ്റെ കഷ്ടപ്പാടൊന്നും വെറുതെ ആകില്ലെന്നും രഞ്ജിതയ്ക്ക് അതൊന്നും അടക്കി വാഴാനുള്ള ഒരു അവസരം താനായിട്ട് കൊടുക്കില്ലെന്നും നമ്മുടെ പൂജമോൾക്ക് അവകാശപ്പെട്ടതെല്ലാം പൂജയ്ക്ക് തന്നെ തിരിച്ചു മേടിച്ചു കൊടുക്കുമെന്നും ഒക്കെ നമ്മുടെ രോഹിത്തിൻ്റെ ഫോട്ടോയിൽ നോക്കി സുമിത്ര ശപഥം ചെയ്യുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുമെന്ന് സുമിത്ര രോഹിത്തിന് വാക്കു കൊടുക്കുകയാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക. ഈ സമയത്താണ് പങ്കജ് പറഞ്ഞു പിടിപ്പിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് തലയ്ക്ക് ഭ്രാന്തെടുത്തിരിക്കുന്നത് നമ്മുടെ ദീപു. അപ്പോൾ ദീപുവിനാണെങ്കിൽ ഇടവും വലവും തിരിയാനായിട്ട് പറ്റണില്ല. ആ പങ്കജ് സമ്മതിക്കുന്നില്ല. പങ്കജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ആകെ വിഷയമാകും എന്നും പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം പുള്ളിക്കാരനങ്ങ് അവതരിപ്പിക്കുന്നത്. എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ അങ്ങനെ സംഭവിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ സരസ്വതി അമ്മയുടെ ആ ഒരു രോഗമൊക്കെ ഓക്കെ ആയി. പിന്നെ ഇനിയിപ്പോൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് അർത്ഥമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി സുമിത്രയും സരസ്വതി അമ്മയൊക്കെ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് വിട വാങ്ങാനായിട്ട് തീരുമാനിച്ചു. ആ കാര്യം അങ്ങനെ ഇവരോട് വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ പോകാൻ തയ്യാറായി എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയും അതുപോലെ സരസ്വതി അമ്മയും യാത്ര പറയാനായിട്ട് രഞ്ജിതയുടെയും അതുപോലെ ഭർത്താവിൻ്റെയും അരികിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അവരോട് യാത്ര പറയുവാണ്, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പോയിട്ട് വരാം എന്ന് സരസ്വതി അമ്മ പറഞ്ഞപ്പോൾ അയ്യോ വരണ്ടായോ, ഒന്ന് പോയി തന്നാൽ മതിയേ എന്നും പറഞ്ഞങ്ങനെ ഈ അരവിന്ദൻ കളിയാക്കുന്ന സമയത്ത് രഞ്ജിത വലിയ അഹങ്കരിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് നമ്മുടെ സുമിത്രയോട് പോയാൽ മതിയേ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത് അരവിന്ദ? ഞങ്ങൾ ഇനിയും വരും. ഇനി ഞങ്ങൾ വരുന്നത് ചുമ്മാ വന്നു പോകാനായിരിക്കില്ല, മറിച്ച് ഇവിടെ സ്ഥിരതാമസത്തിന് തന്നെയാണ് വരാൻ പോകുന്നതെന്നും ഞങ്ങൾക്ക് അവകാശപ്പെട്ട വീട്ടിൽ ഞങ്ങളുടെ വീടായിട്ട് തന്നെ എല്ലാ അവകാശങ്ങളോടും കൂടി താമസിക്കാനാണ് വരുന്നത്. അതിലിനി അരവിന്ദൻ അതിനു വേണ്ടി കാത്തിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അരവിന്ദൻ അത് കേട്ടപ്പോഴത്തേരും ഒരു ചിരി. രഞ്ജിതയാണെങ്കിൽ സുമിത്രയെ ഒരു നോട്ടം. അപ്പോൾ അവൾ ആ പറഞ്ഞത് തനിക്കിട്ട് വെച്ചിട്ടുള്ളതാണെന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് രഞ്ജിത അങ്ങനെ ചിരിച്ചത്. എന്തായാലും രഞ്ജിതയ്ക്ക് പണി പാലും വെള്ളത്തിലുണ്ടെന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് തന്നെ ഉറപ്പായി. ഇതേ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രഞ്ജിതയും അതുപോലെ അരവിന്ദനും കൂടി ഇങ്ങനെ അവിടെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. സുമിത്ര ആ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് സുമിത്രയും അതുപോലെ ആ ഒരു ധ്വനിയോടുകൂടിയാണ് സംസാരിച്ചത്, നിന്നെ ഞാൻ എടുത്തോളാം എന്നുള്ളൊരു ധ്വനി. അങ്ങനെ സുമിത്രയും സരസ്വതിയമ്മയും അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു. ഈ സമയം പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിദ്ധു ആണെന്നുണ്ടെങ്കിൽ മക്കളെയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണല്ലോ. അങ്ങനെ മക്കൾ എവിടെയാണ് അങ്ങനെയൊക്കെ ഓരോന്ന് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് സിദ്ധുവിനാണെങ്കിൽ സിദ്ധുവിൻ്റെ ഒരു കൂട്ടുകാരനുള്ളത് ആ വ്യക്തി വളരെ സഹായകരമായ രീതിയിലൊക്കെ ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അയാളാണെന്നുണ്ടെങ്കിൽ തേടി നടന്ന് ഇപ്പോൾ ഓരോരുത്തരായിട്ട് കണ്ടുപിടിച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നാണ് നമ്മുടെ ശീതൽ എവിടെയുണ്ട് എന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലായത്. ഇയാൾ എന്നിട്ട് വേഗം തന്നെ നമ്മുടെ സിദ്ധുവിനെ വിളിച്ചിട്ട് സിദ്ധുവിനോട് കാര്യം പറയാം. ഞാൻ ഇന്ന പോലെ ഇങ്ങനെ അന്വേഷിച്ച് പോയതായിരുന്നു. ഈ സമയത്ത് ശീതൽ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇന്ന സ്ഥലത്താണ് സാർ, ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശീതലിൻ്റെ വീട് കാണാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാളിങ്ങനെ പറഞ്ഞു. അപ്പോൾ അയാൾ അത് പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധുവിന് ഒത്തിരി സന്തോഷമായി. ഇനിയിപ്പം മകളെ കാണാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു, ആ വിഷമം മാറിക്കിട്ടാൻ പോകുന്നു. മകളെ കാണാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നു. അപ്പോൾ താൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ ഇപ്പം തന്നെ വന്നേക്കാം, താൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് വരുന്ന സ്ഥലവും നിൽക്കേണ്ട സ്ഥലവും ഇതെല്ലാം സിദ്ധുവിന് അയാൾ കൺഫേം പറഞ്ഞു കൊടുത്തു. അങ്ങനെ സിദ്ധു ഇപ്പോൾ ശീതലിനെ കാണാൻ പോകാൻ തുടങ്ങണം. അവിടെ അച്ഛൻ മകളെ കാണാനുള്ള തിരക്കും പാച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഇവിടെ സച്ചിൻ്റെ കണ്ണ് വെട്ടിച്ച് സുമിത്രയെ കാണാനായിട്ട് ശീതൾ വീട്ടിലേക്ക് വരും. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ രഞ്ജിതയുടെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം സ്വന്തം വീട്ടിൽ ഒരുപാട് പണികളുണ്ട്. ഒത്തിരി ദിവസം ആയാലും ഇട്ടെറിഞ്ഞിട്ട് പോയിട്ട് എല്ലാം ഒന്ന് തൂത്തുവാരി എല്ലാം ഒന്ന് സെറ്റ് ആക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്താണ് ഈ സരസ്വതി അമ്മയും സുമിത്രയും മാത്രമുള്ള വീട്ടിലേക്ക് കയറി വരുന്ന നമ്മുടെ ശീതൾ. അപ്പോൾ ശീതളിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് ഒത്തിരി സന്തോഷമായി. കാരണം മകൾ ഇനി തന്നെ കാണാൻ വരില്ല, തന്നോട് മിണ്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും പെട്ടെന്ന് അമ്മയെ കാണാനായിട്ടുള്ള മനസ്സ് മോള് കാണിച്ചല്ലോ, മോള് വരാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ.
അപ്പോൾ ശീതളിനെ കണ്ടു, ഒരുപാട് സന്തോഷമായി. അപ്പോൾ ശീതൾ വന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് സരസ്വതിയമ്മ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. എന്തോ ഒരു വിഷയം ഉണ്ടല്ലോ, അങ്ങനെ ഒരു വിഷയം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവള് വരേണ്ട യാതൊരു കാര്യമില്ല, ഇവള് വരത്തുമില്ല, അങ്ങനെ ഒരുത്തിയാണ് ഇവള്. ഇവൾ എന്തിനായിരിക്കും വന്നിരിക്കുന്നതെന്നൊക്കെ സരസ്വതിയമ്മ ഇങ്ങനെ ചിന്തിക്കാം. എന്നിട്ട് സരസ്വതിയമ്മ ഇങ്ങനെ ചെവിയോർത്തിരിക്കുക, എന്താ ഇവർ തമ്മിൽ പറയണത് എന്നറിയാനായിട്ടെ. പക്ഷെ ശീതളിനൊരു അബദ്ധം പറ്റി. ശീതൾ അറിഞ്ഞില്ല. എന്തെന്ന് വെച്ചാൽ ശീതളിൻ്റെ പിന്നാലെ ഈ സച്ചിൻ ഒരു അന്വേഷണമായിട്ട് അങ്ങ് ഇറങ്ങുന്നുണ്ടായിരുന്നു. ശീതൾ എങ്ങോട്ടാണ് പോയത്, ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ പറയുന്നു, ഇതൊക്കെ അറിയാനായിട്ട്. ഇത്തവണയും അതുപോലെ തന്നെ ശീതൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ പിന്നാലെ കൂടി. അപ്പോൾ സുമിത്രയുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞു. ഈ സമയത്താണ് സുമിത്രയും ശീതളും തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ മോൾ എന്തിനാ വന്നത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ എനിക്ക് അമ്മയോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നുള്ള കാര്യം ശീതൾ പറയാം. അപ്പോൾ എന്താണെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ അത് തികച്ചും പേഴ്സണലായിട്ട് സംസാരിക്കാനുള്ളതാണെന്ന് ശീതൾ സരസ്വതിയമ്മയുടെ മുന്നിൽ വെച്ച് സുമിത്രയോട് പറഞ്ഞപ്പോൾ സരസ്വതിയമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. സരസ്വതിയമ്മ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. പെട്ടെന്ന് ശീതളിൻ്റെ ഫോണിലേക്ക് സച്ചിൻ്റെ കോള് വരിക. അപ്പോൾ സച്ചിൻ്റെ കോള് കണ്ടപ്പോഴേക്കും ശീതൾ ഞെട്ടി, ശരിക്കും പേടിച്ചു. അപ്പോൾ ശീതളിന് എന്തൊക്കെയോ ദുരനുഭവങ്ങൾ സ്വന്തം വീട്ടിൽ ഉണ്ടായതുകൊണ്ടാണ് അമ്മയെ കാണാനായിട്ട് ശീതൾ പറന്നു വന്നത്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ശീതളിൻ്റെ ഫോണിലേക്ക് സച്ചിൻ വിളിച്ചു. അപ്പോൾ എടുക്കാതിരുന്ന പ്രശ്നമാകും, അതുകൊണ്ട് തന്നെ ശീതൾ ആ കോൾ എടുത്തു. ഹലോ സച്ചിൻ, ശീതളെ നീ ഇപ്പോൾ എവിടെയാണ്? ഞാൻ വീട്ടിൽ വന്നു, നിന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞാൻ അത്യാവശ്യമായിട്ട് മാർക്കറ്റിലേക്ക് വന്നതാണെന്ന് ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ പറയണം. മാർക്കറ്റിലേക്ക് വന്നതാണല്ലേ, ശരി, ഒരു കാര്യം ചെയ്യ്, നീ എന്നാൽ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോരെ, ഞാൻ ദേ വീട്ടിലുണ്ട്, ഞാൻ ഒരുപാട് സമയമായി വന്നിട്ട്, നീ എന്താ ഇതുവരെയായിട്ടും വരാത്തേ തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഇങ്ങ് പോകുന്നതേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് തന്നെ വന്നേക്കാം എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ സച്ചിനോട് ശീതൾ പറഞ്ഞപ്പോൾ ഒട്ടും സമയം കളയരുത്, പെട്ടെന്ന് തന്നെ നീ വരണം എന്നും പറഞ്ഞ് അങ്ങനെ നിർബന്ധത്തോടു കൂടി പറയാം. അപ്പം ശീതളിന് അത് കേട്ടപ്പോൾ ടെൻഷനായി. ഇനിയിപ്പോൾ താമസിച്ചാൽ ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവൻ എന്താ ചെയ്യാൻ പോകുന്നു എന്നറിയില്ലല്ലോ. അതുകൊണ്ട് വേഗം തന്നെ ശീതൾ സുമിത്രയോട് പറഞ്ഞു, അമ്മ എന്നാൽ ഞാൻ പോവുകയാണെന്നോ മോളെന്തോ പറയാനായിട്ട് വന്നതല്ലേ എന്ന് ചോദിച്ചപ്പം അത് ഞാൻ വേറൊരു അവസരത്തിൽ പറയാം, ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല അമ്മേ. സച്ചിൻ എന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അവനോട് ഞാൻ മാർക്കറ്റിലാണെന്നാണ് പറഞ്ഞത്, അമ്മ കേട്ടതല്ലേ, ഇനിയിപ്പോൾ എനിക്കത് മാറ്റി പറയാൻ പറ്റില്ല അമ്മ, ഞാൻ പിന്നെ ഒരു ദിവസം വരാമെന്നും പറഞ്ഞു ശീതൾ ഇങ്ങനെ വേഗം ധൃതിപ്പെട്ട് ഇറങ്ങി പോവാം. അപ്പോൾ ശീതളിന് എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട്, ശീതൾ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്നുള്ള കാര്യം സരസ്വതി അമ്മ സുമിത്രയോട് അന്നേരം പറയുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ശീതൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങ് പോരുകയും ശീതളിനെ പേടിപ്പിക്കാൻ പാകത്തിന് ശീതളിൻ്റെ മുന്നിലേക്ക് ഒരു മാട്ടയിൽ നിന്ന് എടുത്തൊരൊറ്റ ചാട്ടം ഈ സച്ചിൻ ഠോ എന്നും പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ശീതൾ പേടിച്ചു പോയി, ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതുപോലൊരവസ്ഥയിൽ സച്ചിൻ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നുള്ള കാര്യം. അങ്ങനെ ആ ഒരു കാര്യങ്ങളും സിറ്റുവേഷനും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ അടിപൊളി കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ.